ഹായ് കൂട്ടുകാരെ, ഇന്ന് എങ്ങോട്ട് അടിച്ചുവിട്ടെന്ന് നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. ഇവിടെ അടുത്തൊരു ഗോൾഡൻ പഗോഡ എന്ന് പറഞ്ഞ് ബുദ്ധിസ്റ്റ് ടെമ്പിളുണ്ട്. അപ്പോൾ അവിടെ വരെ ഒന്ന് പോവുക. അവിടുത്തെ കാഴ്ചകളും വിവരണങ്ങളും ഒക്കെ നിങ്ങളോട് പറയുന്നത്. ഈ പഗോഡയെക്കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ചിലരെങ്കിലും ഇതൊക്കെ വീഡിയോയിൽ ചിലപ്പോൾ കണ്ടു കാണാൻ ചാൻസ് ഉണ്ട്. രണ്ട് സൈഡും നല്ല വനമാണ്. പണ്ട് ഇവിടെയൊക്കെ വഴിയിലൊക്കെ ആന ഇറങ്ങുമായിരുന്നു. ഇപ്പം കാണാനൊന്നുമില്ല. ഇപ്പം കുറേയൊക്കെ കാട് തെളിച്ചിട്ടുണ്ട്. ഈ റോഡൊക്കെ ഹൈവേയുടെ അല്ല, സ്റ്റേറ്റ് ഹൈവേയുടെ അല്ല, അതിൻ്റെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ എന്നും പറഞ്ഞിട്ട് BRO ആ ഓർഗനൈസേഷൻ റോഡൊക്കെ ഉണ്ടാക്കുന്നത്. നല്ല സൂപ്പർ റോഡുകളാണ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഗോൾഡൻ പഗോഡയോട് അടുക്കുന്നുണ്ട്. അതിൻ്റെ ആ വെൽക്കം ടു ഗോൾഡൻ പഗോഡ. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. ഏറ്റവും വലിയ ഗേറ്റ് ഇതാണ്. വെൽക്കം ടു കൊങ് മുഖം. ഇത് തായ്ക്കന്തി ഭാഷയാണ്. അപ്പോൾ ഈ ബൊംബെ എന്ന് പറയുന്നത് കന്തികളുടേതാണ്, കന്തി ലാമാസിൻ്റെ. ഇവിടം തൊട്ട് അവരുടെ ഏരിയയാണ്. ഇതൊക്കെ അവർക്ക് വേണ്ടി പണിയുന്ന ബിൽഡിങ്ങുകളാണ്. എല്ലാം അണ്ടർ കൺസ്ട്രക്ഷനാണ്. നല്ല വ്യൂ അല്ലേ ഇവിടുന്ന് കാണാൻ. അപ്പം വൈകുന്നേര സമയം. പിന്നെ ദൂരെ കാണുന്ന വലിയ ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിനകത്ത് വലിയൊരു പ്രതിമയാണ് ബുദ്ധൻ്റെ. ഏതാണ്ട് ഒരു 35 അടിക്ക് മേലെ ഉയരമുള്ള ഒരു പ്രതിമയാണ് അതിനകത്ത്. അപ്പോൾ ഇന്ന് അത്യാവശ്യം തിരക്കുള്ള ഒരു ദിവസമാണ്. ഇവിടെ എപ്പോഴും തിരക്കുണ്ട്. വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ വരും കാണാനായിട്ട്. ഇതാണ് അവരുടെ ആ കോമ്പൗണ്ടിലേക്ക് കയറുന്ന ഗേറ്റ്, മെയിൻ ഗോൾഡൻ പഗോഡയുടെ ഗേറ്റ്. അവർ മെയിൻ ഗേറ്റ് അടച്ചിട്ടിരിക്കുക. അതിൻ്റെ സൈഡിലൊരു കുഞ്ഞു ഗേറ്റുണ്ട്. അതുവഴിയാണ് ആൾക്കാരെ കയറ്റിവിടുന്നത്. ഒരു 20 രൂപയാണ് അവിടെ ഒരാൾക്ക് പൈസ എൻട്രി ചെയ്യുന്നത്. ഇവിടെ ഒരു റിസോർട്ടുണ്ട്, ഇക്കോ റിസോർട്ട്. ഇവിടെ റിസോർട്ടിന് യാതൊരു പഞ്ഞവുമില്ല, ഇഷ്ടം പോലെ റിസോർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ടിൻസുക്കിയ. വരാൻ ആഗ്രഹമുള്ളവർക്ക് ആസാമിലെ ടിൻസുക്കിയ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഏതാണ്ട് ഒരു 45 കിലോമീറ്ററാണ്. ഹയർ ചെയ്ത് ടാക്സിയൊക്കെ അവൈലബിൾ ആണ്. യാതൊരു പ്രയാസവും ഇല്ല. വന്ന് കാണാനും പോകാനും ഒക്കെ താമസിക്കാനും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. കാണാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വരാം. അപ്പോൾ നമ്മൾ അതിനകത്ത് കയറി. ഇത് കണ്ട് അവരുടെ തോരണമാണ്. ബുദ്ധിസ്റ്റ് എവിടെ ഉണ്ട് അവരുടെ ഈ വാക്യങ്ങൾ എഴുതിയ ഈ തോരണം കാണും. വളരെ വാസ്റ്റായിട്ടുള്ള ഒരു ഏരിയ അതിനകത്ത്. ഏതാണ്ട് 50 ഏക്കറിന് മേളിലുണ്ടെന്നാണ് പറയുന്നത്. നല്ല ക്ലീനാണ് അതെല്ലാം. ഒരു ചപ്പോ ചവറോ ഒന്നും അകത്തില്ല. നല്ല മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്, നല്ല ഗ്രീനറി. നമുക്ക് പോകാൻ തോന്നുകയില്ല. സാധാരണ പാർക്കുകളിലൊക്കെ ചെന്നിരിക്കുന്ന പോലൊന്നും ഇവിടെ വന്നിരിക്കാൻ അവർ സമ്മതിക്കില്ല. വന്ന് കണ്ട് നമ്മൾ കേട്ടൊക്കെ പോകാം. അല്ലാതെ ഇവിടെ ഇരുന്നൊന്നും കഴിക്കാനോ കുടിക്കാനോ അങ്ങനെയൊന്നും അവർ അലോ ചെയ്യത്തില്ല. നമ്മൾ നേരെ കയറി വരുന്ന സൈഡിൽ തന്നെ ഒരു സ്റ്റാച്ചു, ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. പിന്നെ ദൂരെ കാണുന്നതാണ് യഥാർത്ഥ ഗോൾഡൻ പഗോഡ എന്ന് പറയുന്നത്. പഗോഡയുടെ ഷേപ്പ് അതാണ്. ഈ പഗോഡ എവിടെ ഉണ്ടെങ്കിലും അതിൻ്റെ ഷേപ്പ് ഇതായിരിക്കും. ലാൻഡ് ഓഫ് പഗോഡ എന്ന് പറയുന്നത് മ്യാൻമർ, ബർമ്മ. അവിടെയാണ് പഗോഡകൾ ധാരാളം ഉള്ളത്.
കണ്ടോ എന്നാ ഭംഗിയത് കാണാൻ. ഇത് വിരിഞ്ഞ് നിൽക്കുമ്പോൾ കാണാൻ നല്ല ബ്യൂട്ടിയാണ്. അതുപോലെ ഒരുപാടുണ്ട് ഇവിടെ. ഇതൊരു ഫൗണ്ടനായിരുന്നു. ഇപ്പം വെള്ളമില്ല, ഉണങ്ങിക്കിടക്കുക. എന്തോ ഡാമേജ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിൻ്റെ റിപ്പയർ നടന്നുകൊണ്ടിരിക്കും. ഒരു വലിയ ഫൗണ്ടൻ, അങ്ങ് പുറകുവശത്തോടെ അതിൻ്റെ ആ നീളമുണ്ട്. ഇതേപോലെ തന്നെ പഗോഡയുടെ അപ്പുറത്തെ സൈഡിലും ഒരു ഫൗണ്ടനുണ്ട്. ആ ദൂരെ കാണുന്നതും അവരുടെ ഒരു ധ്യാന കേന്ദ്രമാണ്. ഇങ്ങനെ ചെറിയ ചെറിയ ധ്യാന കേന്ദ്രങ്ങൾ ഈ വലിയ പഗോഡയ്ക്ക് ചുറ്റുമുണ്ട് ഇങ്ങനത്തൊക്കെ. പിന്നെ ഇവരുടെ താമസ സ്ഥലങ്ങൾ, മങ്സ് താമസിക്കുന്നത്, അവിടെ അവരുടെ മെഡിറ്റേഷൻ സെൻ്റർ, അതൊക്കെ ഈ കോമ്പൗണ്ടിനകത്തുണ്ട്. അതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഏരിയ ഇത്. എന്നാ നീറ്റ്നെസ് ആണെന്ന് നോക്കിക്കുക. നല്ല സെറ്റപ്പ് അല്ലേ. ഇവിടെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പം എല്ലാം അതിൻ്റെ സീസൺ കഴിഞ്ഞു. റോസാപ്പൂക്കൾ കാണാം. ഇതെല്ലാം ഇമ്പോർട്ടഡാണ്. എനിക്കൊന്ന് തായ്ലൻഡിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതാ. ഇവിടെ ഞാൻ ഇത്രയും വലിയ പൂക്കൾ കണ്ടിട്ടുള്ളത്. മറ്റെങ്ങും ഞാൻ ഇത്ര വലിയ റോസാപ്പൂക്കൾ കണ്ടിട്ടില്ല. അത്ര മനോഹരമാണ് കാണാൻ. ഇതേ ഒരു മഴവില്ല് കണ്ടു. ഒരു ഫുൾ മഴവില്ല, റാ പോലെ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. അത് എന്നാ ഭംഗിയാണ് കാണാൻ. ദൂര വ്യൂ. ഈ ഗോൾഡൻ പഗോഡ എന്ന് പറയുമ്പോൾ അതിനർത്ഥം അത് ഗോൾഡാണെന്നല്ല. ഗോൾഡൻ കളറിലെ പെയിൻറ് കൊണ്ടത് അങ്ങനെ അവർ ആക്കിയിരിക്കുക, അല്ലാതെ ഗോൾഡൊന്നും അല്ല. ഇതേതാണ്ട് 2010 ഇത് ഓപ്പൺ ആകുന്നത്. അന്നത്തെ ഒരു ഡെപ്യൂട്ടി CM, ഇപ്പോഴും ആൾ തന്നെയാണ് ഇതിനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തത്. ഈ പഗോഡയ്ക്ക് 4 മുഖങ്ങളാണ്. മുമ്പിലും പുറകിലും ഇടത്തും വലത്തും ഒരേപോലെ. നമുക്കിതിൻ്റെ ചുറ്റും ഒന്ന് കറങ്ങി വരാം, എന്നിട്ട് അതിൻ്റെ അകത്തെ കാഴ്ച കാണാം. ഇത് കണ്ടോ, ഇത് ദൂരെ അവരുടെ ഒരു ധ്യാന കേന്ദ്രം. അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു എന്താ പറയുന്ന ഒരു ഫൗണ്ടനുണ്ട്. ഇപ്പം എന്താ അവർ നമ്മളെ അങ്ങോട്ട് വിടത്തില്ല എന്നാണ് പറയുന്നത്. അത് കാണാനായിട്ട് അവിടെ ഷൂട്ടിങ് നടക്കുന്നുണ്ട്. എന്തോ മങ്സിൻ്റെ ഡോക്യുമെൻ്ററി എന്തോ തയ്യാറാക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ അലൗഡല്ല. പൂക്കളെല്ലാം അതിൻ്റെ സീസൺ കഴിഞ്ഞ് അങ്ങനെയൊക്കെ ഓരോന്നേ ഉള്ളൂ ഇപ്പോൾ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ കൊത്തുപണികളൊക്കെ കാണാൻ. ദൂരെ കാണാം മങ്സ് എല്ലാം കുട്ടികളാണ്. എല്ലാവരും നിരന്നിങ്ങനെ നിൽക്കുക വരി വരിയായിട്ട്. കണ്ടോ, അവരുടെ ഡ്രസ്സെന്ന് പറയുന്നത് ബ്രൗൺ കളറിലെ ഒരു തുണിയാണ്. അവരിങ്ങനെ തോളോട് തോള് ചേർത്ത് അത് കെട്ടിയിടും.
രാത്രി സമയത്ത് വരണം. അപ്പോൾ ഇതിനകത്തെ ലൈറ്റെല്ലാം തെളിയും. അപ്പോൾ ഈ സ്വർണ്ണ കളറും ആ ലൈറ്റിൻ്റെ കളറും ഒക്കെ കൂടെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഞങ്ങളിന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇത്തിരി നേരത്തെ പോകുന്നതാണ്. അപ്പോൾ അവിടെ ടേക്ക് ആക്ഷൻ കട്ട് ഒക്കെ പറയുന്ന നമുക്ക് കേൾക്കാം ഇവിടെ. ഇതാണ് എൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ പഗോഡയുടെ. കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോയി അതിനകത്ത് കയറി നോക്കാം. ഇവിടെ വലിയൊരു വാർപ്പ് പോലെ നമ്മുടെ ഇതിനകത്ത് താമരയാണ്. ഇപ്പോൾ പൂവില്ല, അല്ലെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പോയി ഇതിനകത്തെ കാഴ്ചകളൊന്ന് കാണാം. ശരിക്കുള്ള പഗോഡയുടെ അകത്ത് എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു ബുദ്ധൻ്റെ പ്രതിമയാണ്. പിന്നെ അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് കൊച്ചു കൊച്ചു പ്രതിമകളും പൂക്കളും ഒക്കെ അവരുടെ ആ ആചാരത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കും. നമ്മളതിലൊന്നും തൊടാനൊരു സമ്മതിക്കില്ല. ഇവിടെ ഒന്ന് കാണാനേ പറ്റുള്ളൂ. വലിയൊരു ചെണ്ട ഇരിക്കുന്നുണ്ടോ? അവർ ഈ ചെണ്ടയിൽ അടിച്ചുകൊണ്ടാണ് അവരുടെ ഇത് വാക്യങ്ങൾ ഉരുവിടുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ സൈഡ് വശത്ത് വന്നു. ഇത് പുറകുവശം. ഇതാണ് മെയിൻ പഗോഡ. ഇവിടെ നംസയിൽ ഇതുപോലെ ചെറിയ ചെറിയ പഗോഡകൾ പലയിടങ്ങളിലായിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ ഓക്കെ, ബൈ.